ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചിയാപ്പിനെ കാണാൻ പോവുകയാണ്. ഉമ്മ വരുന്നുണ്ട്. അല്ല ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ ഉണ്ട്. അവിടെ ഇപ്പോൾ ഉപ്പ കൽപ്പറ്റ ടൗണിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കയറ്റിയതാട്ടോ. അപ്പം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിദമോളെ കാണാൻ വേണ്ടി പോവുകയാണ്. ഫിദമോളെ NCC ക്യാമ്പിലാണ് ഉള്ളത് കേട്ടോ. സാധാരണ NCC ക്യാമ്പിൽ പോകുന്ന കുട്ടികളെ രക്ഷിതാക്കൾ കാണാനോ വിളിക്കാനോ ഒന്നും പാടില്ലല്ലോ. അപ്പം ഇന്ന് ഓണായതുകൊണ്ട് തന്നെ ഒരു പെർമിഷൻ കിട്ടിയതാണ്. അപ്പോൾ സാറ് ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടമുള്ളവർക്ക് പോയി കാണാമെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ രക്ഷിതാക്കളും പോകുമ്പോൾ ഫിദമോൾക്ക് സങ്കടം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളും പോയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ പോയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. എന്നാലും നമുക്ക് നല്ല പ്രയാസമുണ്ട്. ഫിദമോൾ അങ്ങനെ വിട്ട് നിൽക്കാത്ത ഒരാളായതുകൊണ്ട് നല്ല സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് ഞാനും ഷാഫ്ക്കായും ഷബാസും ഉമ്മയും ഉപ്പയും കൂടെയാണ് പോയിട്ടുള്ളത്. ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിലായിരുന്നു കേട്ടോ അവരെ ക്യാമ്പ്. അവിടെ വലിയ ഗ്രൗണ്ടും നല്ല വിശാലമായ മുറ്റവും ഒക്കെ ഉള്ള നല്ല സൗകര്യമുള്ളൊരു കോളേജാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്ത് ഹോസ്റ്റലുണ്ട്, അവിടെയാണ് താമസം മക്കളെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് സ്കൂളിൻ്റെ പേരും മോളെ പേരും പറഞ്ഞ് കൊടുത്താൽ അവിടുത്തെ സാബ് ഉറക്കെ പേര് വിളിക്കും. അപ്പോൾ മോളങ്ങ് വരും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ അങ്ങനെ വിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഫിദമോളെ കൂട്ടുകാരും ഉണ്ടായിരുന്നു, അനനോളെ ഉമ്മ എത്തിയിട്ടില്ല എന്നുണ്ട് സങ്കടപ്പെടുക കേട്ടോ. പാവം മക്കൾ വിട്ട് നിൽക്കാതായിട്ടുള്ള ഒരു വിഷമമാണ്. ഇത് സഹലയാണ്. എൻ്റെ ഉമ്മ വന്നിട്ടില്ല, അവൾക്ക് എന്തോ ഉമ്മക്ക് വയ്യാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പോയിട്ട് വിളിച്ചോളും, കുറച്ച് പുറത്തിറങ്ങി ഒന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഫിദയും അനനും കൂടെ വന്നപ്പോൾ അവളെ ഒറ്റപ്പെടുമല്ലോ. അപ്പോൾ ഞാൻ പോയി അവളെ പേര് വിളിച്ച് അങ്ങനെ അവളെയും പുറത്തിറക്കിയിട്ടുണ്ട്. ഓളോളം വെച്ചിട്ട് ഫോൺ വിളിക്കുക കേട്ടോ. ഷബാസിന് ഫിദാനായിട്ട് കച്ചറ കൂടാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് തീർക്കുകയാണ് അവന്. എന്നെക്കാളും കൂടുതൽ ഷാഫ്ഖാനോടാണ് ഫിദമോക്ക് കഥ പറയാനുണ്ടാവുക. ഓരാണ് ഭയങ്കര കമ്പനി കേട്ടോ. എന്നോട് കമ്പനി ഇല്ല എന്നല്ല, എന്നാലും ഷാഫ്ഖാനോട് കുറച്ച് കൂടുതലാണ്. കഥ പറഞ്ഞ് തീരുന്നില്ല അവൾക്ക്. പിന്നെ 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. സഹലി ഞങ്ങളോട് നല്ല കമ്പനിയായി. ഓളെ ടെൻഷനോളും വെച്ച് വരാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ഓളും വിട്ടുപോയി കേട്ടോ. പിന്നെ അനനോളെ വല്യപ്പാനെ ഫോൺ വിളിച്ചിട്ട് സങ്കടപ്പെടുകയാണ്. പാവം മക്കൾ വിട്ട് നിൽക്കാതായിട്ടുള്ള ഒരു സങ്കടമാണ് വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറോളം ഓരോ കൂടെ ചിലവഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഷാഫ്ഖാൻ്റെ പെങ്ങളുണ്ട് അമ്മായിപ്പാലത്ത്, ബത്തേരിനെ അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. NCC ക്യാമ്പിലേക്ക് മിഠായി പോലും കൊണ്ടുപോകരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ താത്താൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. അവിടുന്ന് താത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഉമ്മ ചോറൊക്കെ തിന്ന് ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. അവിടുന്ന് മീനങ്ങാടി ഷാഫ്ഖാൻ്റെ ഒരു പെങ്ങളെ വീട്ടിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ടാക്കീസിനാണ് കൊട്ടായി അറിയാലേ, അയക്കാരം പേര് നിങ്ങൾ പറയുന്നേക്കാരം പേര് നമ്മളെ പോലത്തെ പറയും കൊട്ടായി, സിനിമ കൊട്ടായി എന്നല്ലേ പറഞ്ഞു ആദ്യമൊക്കെ. ആദ്യം കോലഷട്ടല്ലേ ടാക്കീസ് എന്താ സാധനം? തിയേറ്റർ അങ്ങനെ അതിനാണ് ഉമ്മ പറഞ്ഞ സിനിമ കൊട്ടായിന്ന്. പണ്ട് അങ്ങനെ പറയാന്ന്, സിനിമ കൊട്ടായി എന്നാണല്ലോ പറയാ തിയേറ്ററിന്. പുതിയതുണ്ടാക്കിയതാ ഇവിടെ പൊളിഞ്ഞടിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, പുതിയ ചാനലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ഇൻഷാ അല്ലാ. എല്ലാവർക്കും താങ്ക് യു.